ഹലോ ഗൈസ്, ഇന്നൊരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. അങ്ങനെ മഴയുടെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ എന്നാ പിന്നെ വെൽറ്റൽ സീബ്രാസിനെ ബ്രീഡിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫിഷിനെ കണ്ടീഷൻ ചെയ്യാൻ ഇട്ടേക്കുന്ന ടാങ്കിലോട്ട് എന്നു അതിലെ ഫീമെയിൽസിനെ എല്ലാം കൈയോടെ അങ്ങ് തൂക്കി. എല്ലാം നല്ല എഗ് ലോഡ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ലീഫ് ഗ്രീന്റെയും അതുപോലെ തന്നെ ഫ്ലൂറസന്റ് ഗ്രീന്റെയും ഫീമെയിൽസിനെ ആയിരുന്നു നമ്മൾ എഗ് ലോഡ് ആക്കാൻ വേണ്ടി കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത്. അങ്ങനെ അതിൽ നിന്ന് ലീഫ് ഗ്രീൻ ആണ് നമ്മൾ ഈ വട്ടം ബ്രീഡിങ്ങിന് വേണ്ടി എടുക്കുന്നത്. അങ്ങനെ അതിലുള്ള മാക്സിമം ഉണ്ടായിരുന്ന എല്ലാ ഫീമെയിൽസിനെയും നമ്മൾ കളക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ടാങ്കിന്റെ മണ്ട ഒരു 10 മിനിറ്റ് ഇതേപോലെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ട് അവരെ പതുക്കെ ബ്രീഡിംഗ് കേജിലോട്ട് റിലീസ് ചെയ്യുകയാണ്. വെള്ളം നല്ല പ്രോപ്പർ കണ്ടീഷൻ ആയിരുന്നെന്ന് നമുക്ക് അവരുടെ ഫിഷസിന്റെ മൂവ്മെന്റ്സ് കാണുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ നല്ല ചെറിയ മരയൊക്കെ ഉള്ള ടൈം ആയതുകൊണ്ട് ബ്രീഡിംഗ് ഒക്കെ നല്ല പ്രോപ്പർ ആയിട്ട് നടക്കും. അതുകൊണ്ട് ബ്രീഡിംഗ് കാര്യം ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കണ്ട. ഫീമെയിൽസിനെ കണ്ടീഷൻ ചെയ്ത പോലെ തന്നെ നമ്മൾ മെയിൽസിനെ ഒരു ടബിൽ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി കീപ്പ് ചെയ്തിരുന്നു. അധികം നമ്മൾ മെയിൽസിനെ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന റേഷ്യോ എന്ന് വെച്ചാൽ 1:2 എന്ന റേഷ്യോയിലാണ്. അതായത് ഒരു ഫീമെയിലിന് 2 മെയിൽ എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. മെയിൽസിന്റെ എണ്ണം കൂടിയാൽ മാത്രമേ നമുക്ക് കിട്ടുന്ന കുട്ടികളുടെ എണ്ണം കൂടത്തുള്ളൂ. അതായത് ഫീമെയിൽ എഗ് ഇട്ട് കഴിഞ്ഞ് നമ്മുടെ മെയിൽസ് കൂടുതലാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് അവരുടെ ഫെർട്ടിലൈസേഷൻ നടക്കും. അങ്ങനെ ഒരു 3-4 ദിവസം കൊണ്ട് നമ്മുടെ എഗ്ഗുകളെല്ലാം ഹാച്ച് ആയി വരും. ഇൻ കേസ് മെയിൽസ് കുറവാണെങ്കിൽ ഫീമെയിൽസിന്റെ എഗ് ഹാച്ച് ആവത്തില്ല. ആ എഗ് അധികം കേടാവുകയും അത് കാരണം ബാക്കിയുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള എഗ് നശിച്ചു പോകാനുള്ള ചാൻസ് വരും. നമ്മുടെ വെള്ളം പ്രോപ്പർ കണ്ടീഷൻ ആയതുകൊണ്ട് മെയിൽസിനെ ഡയറക്റ്റ് റിലീസ് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് വലിയ റോളൊന്നും ഇല്ല. ഇനി ബ്രീഡിങ് പ്രോസസ്സ് കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്തോളും. നമുക്ക് ഇനി അടുത്ത ദിവസം ഇതേ സമയം തന്നെ ഇവിടെ വന്ന് ഈ കേജിലുള്ള മെയിൽസിനെ ഫീമെയിൽസിനെ സെപ്പറേറ്റ് ചെയ്യുക. ഇതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ തന്നെ ഷോർട്സ് ആയിട്ട് വരുന്നതായിരിക്കും.